ഗോവേഷൻ എൻമകരെ പഞ്ചായത്തിലുള്ള വോട്ടാണ് അവസാനമായി എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5 ബൂത്തുകൾ മാത്രമേ എണ്ണാൻ ബാക്കിയുള്ളൂ. 1000-ഓളം വോട്ടിന്റെ ലീഡ് മാത്രമാണ് UDFന്റെ സ്ഥാനാർത്ഥിക്കുള്ളത്. എൻമകരെ പഞ്ചായത്തിൽ LDF, UDFനും BJPക്കും 7 വീതം വാർഡുകളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. നിറക്കെടുപ്പിൽ BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ രണ്ടു വിഭാഗത്തിനും UDFനും അതുപോലെ NDAക്കും ഒരുപോലെ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാനം ഫോട്ടോ ഫിനിഷ് ആവുന്ന രൂപത്തിലുള്ള വിജയമായിരിക്കും. ഇപ്പോഴും കെ സുരേന്ദ്രന് പ്രതീക്ഷ വെക്കാവുന്ന അവസ്ഥയാണ് അവിടെ എന്നാണോ? കെ സുരേന്ദ്രന് പ്രതീക്ഷ വെക്കാവുന്ന അവസ്ഥയാണ് മഞ്ചേശ്വരത്ത് എന്നാണോ? പ്രതീക്ഷ വെക്കാവുന്ന പ്രദേശമാണ് മഞ്ചേശ്വരം. കാരണം മഞ്ചേശ്വരം എൻമകരെ പഞ്ചായത്ത് BJPക്ക് സ്വാധീനമുണ്ട്. ഒപ്പം LDFനും നേരിയ സ്വാധീനമുള്ള പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് ഇനിയുള്ള 4 വാർഡുകളിൽ എത്ര വോട്ട് UDFന് നേടാൻ കഴിയും എന്നതാണ് അവിടുന്ന് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഷഫീഖ് നസ്രുള്ള നൽകുന്നത്. മഞ്ചേശ്വരത്ത് ഇപ്പോഴും BJPക്ക് പ്രതീക്ഷ വെക്കാവുന്ന ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. PB അബ്ദുൾ റസാഖ് 783 വോട്ട് എന്ന നിലയിലേക്ക് ആ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. കെ സുരേന്ദ്രൻ 783 വോട്ടുകൾക്ക് മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത് എന്ന് മാത്രം 534 കുറഞ്ഞിരിക്കുന്നു. അബ്ദുൾ റസാഖിന്റെ ലീഡ് നില 534 മാത്രമായി കുറഞ്ഞിരിക്കുന്നു. കെ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് എണ്ണാനുള്ള സ്ഥലങ്ങൾ BJPക്ക് കൂടെ പ്രതീക്ഷയുള്ള ഇടങ്ങളാണ് എന്നതുകൂടെ ഷഫീഖ് നസ്രുള്ള റിപ്പോർട്ട് ചെയ്യുന്ന കണക്കിലെടുത്താൽ വളരെ സാഹൂതം നോക്കേണ്ടുന്ന, ശ്രദ്ധിച്ചു നിൽക്കേണ്ടുന്ന ഇടമാണ് മഞ്ചേശ്വരം ഇപ്പോഴും NDA സംബന്ധിച്ചിടത്തോളം എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. NDA 2ാം സ്ഥാനത്താണ് കെ സുരേന്ദ്രൻ. പക്ഷേ 534 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ്, ലീഡാണ് PB അബ്ദുൾ റസാഖിന് അവിടെ ഉള്ളത് എന്നതാണ് വിവരം. 534 വോട്ടുകളുടെ ലീഡാണ് PB അബ്ദുൾ റസാഖിന് കെ സുരേന്ദ്രന് മേൽ മഞ്ചേശ്വരത്തുള്ളത്. കാസർഗോഡ് ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. നെല്ലിക്കുന്ന് UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് 8607 വോട്ടുകൾക്ക്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി NDAയിലെ രവീഷ് തന്ത്രിയാണ് ഉള്ളത്. ഉദുമയിലും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ PB അബ്ദുൾ റസാഖ് മഞ്ചേശ്വരത്ത് അതിനാടകീയമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ പോകുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. 237 മാത്രമായി PB അബ്ദുൾ റസാഖിന്റെ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. 237 മാത്രമാണ് ലീഡ് നില. PB അബ്ദുൾ റസാഖിന് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനേക്കാൾ 237 ബൂത്തുകൾ മാത്രമാണ്, വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ബൂത്ത് മാത്രമാണ് ഇനി എണ്ണാനുള്ളത് എന്നത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ബൂത്ത് എണ്ണാൻ ബാക്കി നിൽക്കുമ്പോൾ 237 വോട്ടുകളുടെ മാത്രം ലീഡാണ് PB അബ്ദുൾ റസാഖിനുള്ളത്. അവസാന നിമിഷം അത്ഭുതകരമായിട്ടുള്ള നാടകീയത മാക്കി വെച്ചിരിക്കുകയായിരുന്നു മഞ്ചേശ്വരം എന്ന് വേണം മനസ്സിലാക്കാൻ. ഷഫീഖ് നസ്രുള്ള നമുക്കൊപ്പമുണ്ട്. അല്പസമയത്തിന് ശേഷം ഷഫീഖിലേക്ക് വരാം. 237 വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ലീഡുള്ളത്. 237 വോട്ടുകൾ, ഒരേ ഒരു ബൂത്ത് മാത്രമാണ് എണ്ണാനുള്ളത്. അത് ഏത് ബൂത്താണ് ഷഫീഖ്? ആരുടെ ബൂത്താണത്? BJPക്ക് അവസാന നിമിഷവും പ്രതീക്ഷ വെക്കാവുന്ന ഒരു അവസ്ഥയിലാണ്. 237 ഭൂരിപക്ഷം മാത്രമേ UDFനുള്ളൂ. ഒരു ബൂത്തുണ്ട്, അവിടെയും BJPക്ക് വോട്ട് അധികം ലഭിക്കാനാണ് സാധ്യത. ഇപ്പോഴും BJP കേന്ദ്രങ്ങളിൽ വലിയ പ്രതീക്ഷയും ആഹ്ലാദവും അവർ ആരംഭിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഒരൊറ്റ ബൂത്ത് മാത്രമാണ് ഇനി എണ്ണാനുള്ളത്. 237 വോട്ടുകളുടെ ലീഡ് PB അബ്ദുൾ റസാഖിന് കെ സുരേന്ദ്രന് മേലുണ്ട്. 237 വോട്ടുകൾ മാത്രം. പക്ഷേ അവസാന ബൂത്ത് എണ്ണിയാൽ അതും BJPക്ക് പ്രതീക്ഷയുള്ള ബൂത്താണ്, BJPക്ക് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ബൂത്താണ് ഈ പറയുന്ന ബൂത്ത്. അവിടെ PB അബ്ദുൾ റസാഖ് ഇപ്പോൾ 237 വോട്ടുകളുടെ ലീഡ് നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പൂർണ്ണ ശ്രദ്ധ മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് കൊടുക്കേണ്ടുന്ന സമയമാണിത്. 237 വോട്ടുകളുടെ മാത്രം ലീഡാണ് PB അബ്ദുൾ റസാഖിന് കെ സുരേന്ദ്രന് മേലുള്ളത്. NDAക്ക് പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ഒരൊറ്റ ബൂത്ത് മാത്രമാണ് എണ്ണാനുള്ളത്. അത് BJPയുടെ സ്ഥലമാണ്. BJPക്ക് ലീഡ് കിട്ടാവുന്ന ഇടമാണെന്ന പ്രതീക്ഷ NDAക്കുണ്ട്. കഴിഞ്ഞോ ഷഫീഖ്, എന്താണ് വിവരങ്ങൾ? സുരേന്ദ്രൻ ഇവിടുന്ന് കിട്ടുന്ന അനൗദ്യോഗിക വിവരം അനുസരിച്ച് UDFന്റെ ലീഡ് മറികടക്കാൻ സുരേന്ദ്രൻ സാധിക്കുന്നില്ല എന്നൊരു ചെറിയ വിവരം ലഭിക്കുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. സുരേന്ദ്രനും അതുപോലെ തന്നെ PB അബ്ദുൾ റസാഖിനും ഒരുപോലെ വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ബൂത്താണ് ഇനി അവസാനമായി 89 PB അബ്ദുൾ റസാഖിന് 89 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്, ലീഡാണുള്ളത്. 89 വോട്ടുകൾ മാത്രമാണ് അബ്ദുൾ റസാഖ് വിജയിച്ചിരിക്കുന്നു. 89 വോട്ടുകൾക്ക് PB അബ്ദുൾ റസാഖിന് വിജയമുണ്ടായിരിക്കുന്നു. 89 വോട്ടുകൾക്ക് കെ സുരേന്ദ്രന്റെ കപ്പനും ചുണ്ടിനുമിടയിലാണ് വിജയം നഷ്ടമായിരിക്കുന്നത്. കെ സുരേന്ദ്രന് രണ്ടാമത് NDAക്ക് ഒരു സീറ്റ് കൂടെ കിട്ടാനുള്ള അവസരം അവസാന ഘട്ടത്തിലാണ് വന്നത്. അങ്ങേയറ്റം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് PB അബ്ദുൾ റസാഖിന് വിജയിക്കാനായത്. 89 വോട്ടുകൾക്കാണ് PB അബ്ദുൾ റസാഖ് ഇപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രന് 89 വോട്ടുകളുടെ പരാജയമുണ്ടായിരിക്കുന്നു
പോയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു 89 വോട്ടുകൾക്ക്. PB അബ്ദുൾ റസാഖ് UDF സ്ഥാനാർത്ഥി 56,870 വോട്ടുകൾ നേടി PB അബ്ദുൾ റസാഖ് വിജയിച്ചിരിക്കുന്നു. 89 വോട്ടുകളുടെ ലീഡാണ് PB അബ്ദുൾ റസാഖിനുള്ളത്. കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടിരിക്കുന്നു. കെ സുരേന്ദ്രന് 56,781 വോട്ടുകൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആകെ കിട്ടി. 56,870 വോട്ടുകൾ PB അബ്ദുൾ റസാഖിന് ലഭിച്ചു. 89 വോട്ടുകൾക്ക് PB അബ്ദുൾ റസാഖ് വിജയിച്ചിരിക്കുന്നു എന്നതാണ് മഞ്ചേശ്വരത്ത് നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ UDFന്റെ ഏറ്റവും അർത്ഥവത്തായ വിജയങ്ങളിൽ ഒന്നെന്ന് വേണമെങ്കിൽ മഞ്ചേശ്വരത്തെ വിജയത്തെ കാണാം. UDFൽ PB അബ്ദുൾ റസാഖ് 89 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് NDAയുടെ കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. NDAക്ക് ഒരുപക്ഷെ മറ്റൊരു വിജയപ്രതീക്ഷ കൂടി നൽകുന്ന മണ്ഡലമായി മഞ്ചേശ്വരം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസാന നിമിഷം വരെ. പക്ഷേ 89 വോട്ടിന്റെ പിന്തുണയിൽ UDF സ്ഥാനാർത്ഥി വിജയം കണ്ടിരിക്കുന്നു മഞ്ചേശ്വരത്ത്. 89 വോട്ടുകൾക്കാണ് PB അബ്ദുൾ റസാഖ് വിജയിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രൻ 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു. NDAക്ക് 2ാം സീറ്റ് നിയമത്തിന് ശേഷം മഞ്ചേശ്വരത്ത് ഒരുപക്ഷെ സീറ്റ് ലഭിച്ചേക്കാം എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടു വരുന്നു 89 വോട്ടുകൾക്ക്. ഷഫീഖ് നസറുള്ള ചേരുന്നു. ഷഫീഖ്, വിശദാംശങ്ങൾ. വലിയ പ്രചാരണം നടത്തി, നിശബ്ദമായ പ്രചാരണമായിരുന്നു കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രചാരണ തന്ത്രങ്ങളുടെ ഒരു വിജയം എന്ന സ്വഭാവത്തിലാണ് അവസാന നിമിഷം വരെ മഞ്ചേശ്വരത്തെ ലീഡ് നില മാറി മാറി വന്നത്. ഏറ്റവും അവസാനം എണ്ണിയപ്പോഴും LDFനും UDFനും NDAക്കും ഒരുപോലെ സ്വാധീനമുള്ള വാർഡായിരുന്നു എണ്ണിയിരുന്നത്. അവിടെ നിന്ന് മറികടക്കാൻ, UDFനെ മറികടക്കാൻ പറ്റിയ വോട്ട് നേടാൻ BJPക്ക് കഴിഞ്ഞില്ല. എന്തുതന്നെയായിരുന്നു ഇവിടെ UDFന്റെ പ്രവർത്തകർ അവസാന നിമിഷം വലിയ ആശങ്കയിലായിരുന്നു. അവരുടെ കേന്ദ്രങ്ങളിൽ വലിയ ആവേശം നിറഞ്ഞ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പാർട്ടി പ്രവർത്തകരോടൊപ്പമായിരുന്നു. അവസാന നിമിഷം വിജയിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടായി. വലിയ സ്വഭാവത്തിലുള്ള ആഹ്ലാദങ്ങൾ BJP കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. എന്നാൽ അവരെ ഞെട്ടിക്കുന്ന, അവരെ അമ്പരിപ്പിക്കുന്ന ഒരു വിജയമാണ് ഇപ്പോൾ UDFിനുണ്ടായത്. 89 വോട്ട് മാത്രമാണ് UDF ജയിച്ചത്. LDF വലിയ സ്വഭാവത്തിലുള്ള വോട്ട് നേടും. അങ്ങനെ CH കുഞ്ഞമ്പു വിജയിക്കുമെന്ന പ്രതീക്ഷ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ അതിനാടകീയമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. 89 വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടിരിക്കുന്നു. 89 വോട്ടുകൾക്കാണ് PB അബ്ദുൾ റസാഖിന് വിജയമുണ്ടായിരിക്കുന്നത്. അങ്ങേയറ്റം നാടകീയമായ ഒരു വിധിയാണ് മഞ്ചേശ്വരത്ത് നിന്ന് വന്നിരുന്നത്. മഞ്ചേശ്വരത്ത് ആദ്യഘട്ടത്തിൽ ഒരുപാട് നേരം കെ സുരേന്ദ്രൻ ലീഡ് ചെയ്തിരുന്നു. പിന്നീട് പക്ഷേ PB അബ്ദുൾ റസാഖ് ലീഡ് നില തിരിച്ചുപിടിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ വിജയം ഏതാണ്ട് ഉറപ്പായി എന്ന നിലയ്ക്ക് എത്തുമ്പോഴാണ് ഏതാണ്ട് 800-890 വോട്ടുകളിൽ നിന്ന് താഴേക്ക് വരാൻ തുടങ്ങിയത്. പിന്നീട് 500, 300, 200 എന്ന് തുടങ്ങി ഒരൊറ്റ ബൂത്ത് മാത്രം എണ്ണാൻ ബാക്കിയുണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് 89 വോട്ടുകൾ എന്ന നിലയിലേക്ക് ലീഡ് കുറഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെയും വിജയമുണ്ടായിട്ടുള്ളത്. ഏത് നിലക്കാണ് ഇക്കാര്യത്തോട് BJP പ്രതികരിക്കുക, എങ്ങനെയാണ് അവർ തുടർ നടപടികളിലേക്ക് പോവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും 89 വോട്ടുകൾക്ക് മഞ്ചേശ്വരത്ത് PB അബ്ദുൾ റസാഖ് വിജയിച്ചിരിക്കുന്നു എന്നത് ഈ നിമിഷത്തിലെ യാഥാർത്ഥ്യമാണ്. 89 വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. കേരളത്തിന്റെ രണ്ടറ്റത്തായിരുന്നു NDA അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതിൽ ഒരു